ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വളരെ മിസ്ലീഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങളുടെ ഫാമിലി മാറ്റർ അതിലുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇനി മുമ്പോട്ട് അൺനെസസറി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനുകളോ ചർച്ചകളോ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തന്നെ നേരിട്ട് വന്ന് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഞങ്ങൾ തരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇന്നലെ പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ അവസാന സമയങ്ങളിൽ അനാഥാശ്രമത്തിലായിരുന്നു. ഞാനും അഭിരാമിയും അമ്മയും അച്ഛനെ അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളി എന്നൊക്കെ ഉള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത് മല്ലു ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഒരു മല്ലു ട്രെൻഡ് ടോക്കർ എന്ന് പറയുന്ന ഒരു രേണു വി നായരോ, അതെ, യൂട്യൂബ് ചാനൽ. ആ ചേച്ചി പിടിച്ചിരിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞാല് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലെയാണ് വാക്കുകളോട് പറയുന്നത്. പക്ഷെ അതിന്റെ തംബ്നെയിലും ബാക്കി കാര്യങ്ങളും ഒക്കെ, അതായത് വെറുതെ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ണം കട്ട് ചെയ്ത് എടുത്ത് ആൾക്കാരിലേക്ക് അതൊരു ശ്രദ്ധയിലേക്ക് പെടുത്തി എല്ലാവർക്കും ഇത് സംസാരിക്കാൻ മറ്റൊരു ടോപ്പിക് ആക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന അത് മനഃപൂർവ്വമായിട്ട് ഇന്റൻഷനലി ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു ചർച്ച അതിനെക്കുറിച്ചും ക്ലാരിഫിക്കേഷൻ തരാം. ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്ന ഒരു ചർച്ചയുടെ അതിനകത്തൊരു ഒരു ഭാഗം, ഒരു ചെറിയൊരു ലൈൻ, ഒരു മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിന്റെ ഓണറായിട്ടുള്ള അനിൽ സാറ് വന്നിട്ട് പറയാണ്, സുരേഷ് സാറ് ഞങ്ങളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു, അദ്ദേഹം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രം കറക്റ്റായിട്ട്, ബാക്കി അതിന് മുമ്പും പിൻപൊന്നും ഈ മല്ലു ട്രെൻഡ് എടുത്തിട്ടില്ല, കറക്റ്റ് ഈ ഒരു പോർഷൻ എടുത്തിട്ട് അതിനെപ്പറ്റി ഇതെന്താണ്, ഇനി അവരവിടെ കൊണ്ട് തള്ളിയോ എന്നൊക്കെ പറയാം വളരെയധികം എന്താ പറയാ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു കൊടുക്കുന്ന പരിപാടിയാണ് രേണു താങ്കൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ. അതിനുശേഷം അതിനെ ബാക്കിയായിട്ട് ഈ പറഞ്ഞ വലിയൊരു സബ്ജക്റ്റായി ഒരുപാട് പേര് റിയാക്ഷൻസ് ചെയ്യാൻ തുടങ്ങി. അരിയണനൊക്കെ ചെയ്ത സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായി. സോഷ്യൽ മീഡിയനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതും ബ്ലോഗേഴ്സിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇനി ഇതിന്റെ പറയുന്നത് ഇത് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഒരു ഫാമിലിയെ പറ്റി പറയുമ്പോൾ 2-4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും, ഒരു ഫാമിലി എന്നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ ഇൻവോൾവ് ആയിട്ടുള്ള പല കമ്മ്യൂണുകളിലും പല ഓർഗനൈസേഷനുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആളാണ്. സമയം മുതലേ ആശ്രമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മുടേത്. ഈ ചർച്ചയിൽ പറയുന്ന മിത്രകുലം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിന്റെ ഒരു ട്രസ്റ്റി കൂടെയാണ് ഞങ്ങളുടെ ഈ അച്ഛൻ. എന്താ പറയാ, ഈ മിത്രകുലത്തില് ഞാനും അഭിരാമിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല അച്ഛൻ ഇതേപോലെ ഒരുപാട് കമ്മ്യൂണുകളുടെ ആളാണ്. ഒരുപാട് ബിയോണ്ട് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ സംഗീതം പഠിപ്പിക്കുക, അവരെ സ്റ്റേജിൽ കൊണ്ടുവരിക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം മുൻനിന്ന് അത് അച്ഛയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അച്ഛന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ. അപ്പൊ അതിൽ ഞങ്ങൾ ഒരിക്കലും അച്ഛയുടെ ഒരു തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അച്ഛയുടെ ചോയ്സുകളോ ഒന്നിലും ഞങ്ങൾ കയറി ഇടപെട്ട് ഇത് ചേരുന്ന പറയുന്ന മക്കളും അല്ല. ഞങ്ങളുടെ അമ്മയും അങ്ങനെയല്ല. ഞങ്ങളും ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കാറും ഈ എന്താ പറയാ ഈ അച്ഛയുടെ സുഹൃത്തുക്കളെയും അച്ഛയുടെ സർക്കിളുകളിലും പോകാനും അവരെ ആളുകളെ കാണാനും ഞങ്ങളും പലപ്പോഴും ആയിട്ട് വി ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഓൾ ദി തിങ്സ് ദാറ്റ് ഹി ഡസ്. അപ്പോൾ അനിൽ സാറ് അങ്കിള് ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് സാറ് അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടുപോയി തള്ളി ഇങ്ങനത്തെ അങ്ങനെ ഒരാളൊരൊറ്റ സെന്റൻസ് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്ര അതായത് കൂട്ടം ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ എൻറ്റയർ ലൈഫ് വ്ളോഗിങ്ങിലൂടെ ഒക്കെയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതിനകത്ത് അച്ഛൻ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ വ്യൂവേഴ്സിനാണ് അത് ഏറ്റവും കൂടുതൽ അറിയുന്നത്. എന്നിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്കും ഇവൾമാർ അല്ലെങ്കിൽ ഇതാണ്. ആൻഡ് ഞങ്ങളെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇത് ശീലമായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ
അമ്മയെ പറയുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലീനെയും ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങൾ 4 പേര് മാത്രമല്ലാത്ത വലിയ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യം. സഹോദരന്മാരാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഭയങ്കര എല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോ ഞങ്ങള് ഈ ഒരു സബ്ജക്ട് ഇതോടുകൂടെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതിനെ എടുത്തുകൊണ്ട് ഒരു ആക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇന്നലെ ഈ അനിലങ്കിള് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഫുൾ കാര്യം, അതായത് അവിടെ ആദ്യം ഞങ്ങളുടെ അച്ഛമ്മേനെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛമ്മേനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അച്ഛനമ്മ എന്നാണ് മനസ്സിലാക്കിയത്. അച്ഛന്റെ അമ്മേനെ അവിടെ കൊണ്ടുപോകാൻ അങ്ങനെ പോയി. പിന്നെ അവിടുത്തെ രീതികൾ ഇഷ്ടപ്പെട്ടപ്പോ അച്ഛൻ അതിന്റെ ഒരു ട്രസ്റ്റിയായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്ലിയർ ആയി ആ അങ്കിള് തന്നെ ഒരു ക്ലാരിറ്റി ഇട്ടുണ്ട്. പക്ഷെ അത് എത്ര പേരിലേക്ക് അത് എത്തും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഇത്രയും വലിയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് പലപ്പോഴും മിണ്ടാതിരിക്കാതെ ഇതിന് ആദ്യമേ തന്നെ നമ്മൾ കാര്യങ്ങളായിട്ട് പറയുന്നു. ആൻഡ് ഇതിന് ഫർദർ എന്തെങ്കിലും ഇനിയും ചീത്തയായിട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ലീഗലായിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇത് ചെയ്യുക. കാരണം എടുത്തെടുത്ത് മടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ പറയുന്ന ഈ അനിൽ സാർ ഇതിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഞങ്ങൾ ഇതിന്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇത്രയും നമ്മുടെ കാര്യങ്ങൾ അറിയാൻ, ഇത്രയും നെഗറ്റീവായിട്ട് അറിയണം, എന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോന്റെ താഴെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളായിട്ട് തന്നെ അതൊന്ന് കാണാം. പിന്നെ മരിച്ചുപോയ ഒരാൾക്കും കൂടെ സമാധാനം കൊടുക്കില്ല എന്നുള്ളൊരു ഇന്റൻഷനിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത് അത് വളരെ വളരെ എന്താ പറയാ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിൽ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയുന്നിടത്തിട്ട് ചൊറിയാൻ നിൽക്കുന്നത് ഭയങ്കര ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ചായഞ്ഞ മരമാണ് ഓടിക്കയറാൻ. എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അങ്ങനെ എടുക്കണം എന്നില്ല. ആൻഡ് ഇനിയിപ്പോൾ ഇത് കാരണം അഹങ്കാരികളാണെന്ന് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാലും നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ പറ്റി നിങ്ങളിങ്ങനെ ചെയ്തു എന്നൊരു സംഭവം കേട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ പെയിൻ മനസ്സിലാവുള്ളൂ. നിങ്ങൾ അതിന് പ്രതികരിക്കൂ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ അച്ഛനും അമ്മേനെ ഞങ്ങൾ പൊന്നുപോലെയാണ് അന്നും നോക്കിയിട്ടുള്ളത്, ഇന്നും നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മേനെ എങ്ങനെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും എന്താ പറയുക വിഷമിച്ച് മെസ്സേജ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ തപ്പിപ്പിടിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഇഷ്യൂ സൊസൈറ്റിയിലേക്ക് ഇട്ടുകൊടുത്ത മല്ലു ട്രെൻഡ് ടോക്സിന് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഉറപ്പായിട്ടും ഞങ്ങളൊരു ലീഗൽ നടപടി എടുക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളും മനുഷ്യരാണ്. നിങ്ങളെപ്പോലെ തന്നെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾക്കും അവകാശമുള്ളതാണ്. പിന്നെ ഈ പാസ്റ്റ് റിലേഷൻഷിപ്സ് ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് അതൊക്കെ ഒന്ന് നിർത്തണം. ദയവേത് അതൊക്കെ ഒന്ന് നിർത്തണം. കാരണം എല്ലാത്തിനും എന്ത് പറഞ്ഞാലും പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് ഡോണ്ട് മിക്സ് എവറിത്തിങ് അപ്പ്. ആൻഡ് നിങ്ങൾക്ക് വെറുതെ കമന്റ് ചെയ്യാനും നിങ്ങൾക്ക് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈഫ്സ് ഉണ്ടാവും. അതിനകത്ത് ഞങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്ത് നിങ്ങൾ സാച്ചുറേറ്റഡ് ആയി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും പ്ലീസ്. കാരണം ഇനിയും ഇവരെ എന്ത് പറയാം എന്നുള്ളത് പുതുതായി കണ്ടുപിടിച്ച് തപ്പിയെടുക്കുന്ന ആ ഒരു പ്രവണത ദയവ് നിർത്തുക. ഇനിയിപ്പോൾ ഇത് കാരണം എന്തെങ്കിലും ഞങ്ങളെ പറയുവാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഇത്രയും പ്രായമായിട്ടുള്ളൊരു ഒരു സ്ത്രീയാണ്. അവര് അച്ഛയുടെ മരണത്തിന്റെ ശേഷമുള്ള ആ ഒരു ട്രോമയെന്നൊക്കെ അമ്മേനെ ഇപ്പൊ ഞങ്ങളൊന്ന് വ്ളോഗിലേക്കൊക്കെ ഞങ്ങളായിട്ട് പുഷ് ചെയ്ത് അമ്മേനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയും കയറി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര, നിങ്ങൾ എത്ര നല്ല മനസ്സുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് വെരി സാഡിസ്റ്റിക്. ബേസിക്കലി ഞങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ അച്ഛൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് ആ ഒരു ഈ ഒരു റിയാലിറ്റീനെ എങ്ങനെയാണ് ഞങ്ങൾ ഓവർകം ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വേദനയാണ്. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുത്തി നോവിച്ച് ഇതൊക്കെ വളരെ മോശമാണ്. ആരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുണ്ടെന്നുണ്ടെങ്കിലും. സോ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനുണ്ടോ? കൂടുതലൊന്നും പറയാനില്ല. ആസ് വി സെഡ്, ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അതിന് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത കംപ്ലൈന്റ്സ് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞങ്ങളെ നേരിട്ട് അടുത്തറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ എത്ര ക്ലോസ് ആയിരുന്നു, എല്ലാ ഫാമിലീസിലും ഉണ്ടാകുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഞങ്ങളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങളുടെ ഫാമിലിക്കോ ഇന്നേ വരെ ഒരു വിത്ത് ഗോഡ്സ് ഗ്രേസ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളായിട്ട് ദയവ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് തരണ്ട.
ആൻഡ് ഈ ഒരു സബ്ജക്റ്റ് ഇതോടുകൂടെ അവസാനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു ഡിസ്കഷൻ, ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ, അതൊക്കെ ഇവിടെ ഒന്ന് അവസാനിപ്പിച്ച് ഞങ്ങളുടെ വഴിക്ക് എന്താ പറയുക, ഇപ്പം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ ഒരു പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പാട്ട് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ആവശ്യമില്ലാണ്ട് നമ്മളെ വേദനിപ്പിച്ച് തളർത്താനുള്ള ഒരു ഇതൊന്നും അവസാനിപ്പിച്ച് ഈ സബ്ജക്റ്റ് ഇവിടെ അവസാനിക്കും. ബിക്കോസ് കർമ്മ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഗൈസ്. അത് നിങ്ങൾ ഈ കിടന്ന സമയം കളയാനും ഒക്കെ വേണ്ടി ഞങ്ങളിട്ട് കുത്തണേ ഒരു ദിവസം നിങ്ങളിലേക്ക് തിരിച്ചത് എത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾ മാറാൻ നിൽക്കുമ്പോൾ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ഇത് പറയുന്നതുകൊണ്ട് വി ആർ അഹങ്കാരി, വി ആർ അഹങ്കാരീസ് ആൻഡ് വി ആർ ഹാപ്പിലി അഹങ്കാരീസ് ഫോർ അവർ ഫാമിലി. ഇങ്ങനെ എന്നെ ഞങ്ങൾക്ക് പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഞങ്ങൾ അഹങ്കാരികളാവാൻ റെഡിയാണ്. അപ്പോൾ അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. ആൻഡ് നമ്മുടെ കൂടെ വീഡിയോ ഇതിന്റെ താഴെ ഞങ്ങൾ കമന്റ് ലിങ്ക് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ നോക്കുള്ളൂ. ഇത്ര ഈ മല്ലു ട്രെൻഡ് ടോക്കർ ചേച്ചിക്കൊക്കെ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നന്നായിരിക്കും തോന്നുന്നു. ആൻഡ് ഇതും കൂടെ പറയണം, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് 2-3 വ്ളോഗേഴ്സ് എടുത്തിട്ട്, ഇപ്പോൾ ഖൈസ് പിന്നെ യൂഷ്വൽ സൈക്കോ വരൊക്കെ എടുത്തിട്ട് എന്താ ഇതിന്റെ ഒരു റിയാലിറ്റി വശം പുറത്തു കൊണ്ടുവന്ന് സംസാരിച്ചിട്ടുണ്ട്. അവരോടും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നവരോടും നമുക്ക് താങ്ക്സും കൂടെ ഈ വീഡിയോയിൽ പറയാനുണ്ട്. ആൻഡ് എവ്രിബഡി, ദാറ്റ്സ് ഓൾ. താങ്ക് യു.